അപ്പോൾ നമുക്ക് ഒരു വെറൈറ്റി വെൽക്കമാണ് ഇപ്പോൾ പറയുന്നത് ഇന്ന്. ഹലോ, ഹായ്, വെൽക്കം ടു ഫ്ലൈയിങ് ഈഗിൾ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ലോങ് റൈഡ് അല്ല, ഒരു യാത്ര അതുമല്ല. ഞാൻ ഇന്ന് ഇത് യഥാർത്ഥത്തിൽ 100 പ്രാവശ്യം ആലോചിച്ചു, ഈ വീഡിയോ എടുക്കണോ വേണ്ടയോ എന്ന്. അപ്പം എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷങ്ങൾ, അത് എത്ര വലുതായാലും എത്ര ചെറുതായാലും അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ KLTN വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് ചാനലുണ്ട്, സുധീഷ്. പുള്ളി എൻ്റെ ഒരു അനിയനെ പോലെയാണ്, നമ്മുടെ അടുത്ത് ഭയങ്കര കാര്യമാണ് എൻ്റെ അടുത്ത്. അപ്പോൾ അവൻ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ വിഷ്ണുവിന് വേണ്ടി വണ്ടി എടുക്കാനായിട്ട് MG ഹെക്ടറിൽ പോയി. MGയുടെ ഷോറൂമിൽ പോയി. MG ഹെക്ടർ നോക്കാൻ പോയത് MGയുടെ ഷോറൂമിൽ. അപ്പം എൻ്റെ ഫ്രണ്ട് വിൻസർ എടുത്തായിരുന്നു ഇലക്ട്രിക്ക്. പുള്ളി വിൻസർ ബുക്ക് ചെയ്തു. അപ്പം ജസ്റ്റ് കൂടെ പോയ ഞാനൊരു കൗതുകത്തിന് ഈ കോമറ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പം ഒരു 2024 മോഡൽ ഒരു കോമറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ അവർ നല്ലൊരു ഓഫർ തന്നു. അതുകൊണ്ട് ആ വണ്ടി അങ്ങ് ഞാൻ ബുക്കിംഗ് ചെയ്തു. അപ്പോൾ അത് പുള്ളി നമ്മുടെ സുധീഷ് പുള്ളിയുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, KLTN വ്ളോഗ്സ് എന്നാണ് പേര്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ബുക്കിംഗ് ചെയ്തു. ബാക്കി അതിൻ്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞ് ഇതിനിടയിൽ എനിക്കൊരു യാത്ര പോകേണ്ടി വന്നു, വയനാട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനത് വീഡിയോ ചിലപ്പോൾ നിങ്ങളിത് ഈ വീഡിയോ കാണുമ്പോൾ അത് കണ്ട് കാണണം, അതല്ലെങ്കിൽ ഇതിന് ശേഷം അത് വരും. അപ്പോൾ അങ്ങനെ പോയി നമ്മൾ വണ്ടി ബുക്ക് ചെയ്തു. വണ്ടിയുടെ എല്ലാം ഓക്കെ. ഇന്ന് നമ്മൾ ആ MG കോമറ്റ് ഇന്നിപ്പോൾ ഡെലിവറി എടുക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നു. വലിയ സംഭവമൊന്നുമല്ല. ഇപ്പം ഇതൊരു ആവശ്യമാണ്, അത്യാവശ്യമായിട്ടതുകൊണ്ട് മാത്രം എടുക്കുന്നതാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഒരു 2 വീലർ ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഈ 2 വീലർ എടുത്തിട്ട് അത് വൈഫിനാണ് എടുത്തത്, പക്ഷേ പുള്ളിക്കാർ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല. അതിനുള്ളൊരു ആത്മവിശ്വാസം കുറവ്. അപ്പം ഞാനും പറഞ്ഞു വേണ്ട, ഉപയോഗിക്കണ്ട, നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ ഇരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ കോമറ്റ് നമുക്ക് ഈ 2 വീലറൊക്കെ കൊണ്ടുപോകും പോലെ ചെറിയ വണ്ടിയാണ്. എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, പാർക്ക് ചെയ്യാം, ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റും, ജെൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി തന്നെയാണ്. അതൊന്നുമല്ല, അങ്ങനെ ലേഡീസിന് മാത്രമായിട്ടൊന്നല്ല പറയുന്നത്. പിന്നെ അവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, പുതിയതായിട്ട് പഠിച്ചു വരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനത് തീരുമാനിച്ച് പോയി വണ്ടി കണ്ട് ബുക്കിംഗ് ചെയ്തു. അപ്പം വൈഫിന് അഞ്ജുവിന് അത് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ആ വണ്ടി ഇന്ന് ഡെലിവറി എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ ആണിത്. ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക. നമ്മുടെ കുടുംബത്തിനകത്ത് വരുന്ന ഒരു ചെറിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഷോറൂമിൽ പോയി അവിടുത്തെ കാഴ്ചകൾ. ഇതിനുള്ള സംഭാഷണങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഒന്ന് ഈ ബ്ലോഗേഴ്സ് വന്നിട്ട് ഓരോ ഷോറൂമുകളിലും ഓരോ വണ്ടി എടുക്കുമ്പോഴും ഒക്കെ ചെന്ന് നിന്നുകൊണ്ട് വ്ളോഗ് ചെയ്യും. അപ്പോൾ അത് എനിക്കങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു ചമ്മൽ. അതുകൊണ്ട് പിന്നെ ഞാൻ സംസാരമില്ല, നിങ്ങളെ കൂടുതലായിട്ട് ആ വിഷ്വൽസ് കാണിക്കാം. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറെന്ന് പറഞ്ഞിരുന്നതിൽ ഒരു ഗ്രേ പോലത്തെ ഒരു കളറുണ്ട് കോമറ്റിൽ. അതായിരുന്നു എൻ്റെ ഇത്. പക്ഷേ അത് സ്റ്റോക്കില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, 2024 എനിക്ക് ഡിസ്കൗണ്ട് കിട്ടി, അങ്ങനെ അത് എടുക്കുന്നതാണ്. 2-3 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ അത് വന്നിട്ട് ഗ്രേ കളർ ഇല്ലാത്തത് കൊണ്ട് വൈറ്റും ബ്ലാക്കും ഉണ്ട്. ബ്ലാക്ക് എനിക്ക് ബ്ലാക്ക് ഉണ്ടല്ലോ, ഈ വണ്ടി ബ്ലാക്കാണ്. അപ്പോൾ അതൊന്ന് വൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. വൈറ്റിൽ നമുക്ക് ചെറിയ സ്റ്റിക്കറൊക്കെ കൊടുത്ത് ഒന്ന് പൊലിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വൈറ്റിലോട്ട് ചാടി. മീൻസ് വൈറ്റിനകത്തോട്ട് ചാടി എന്നുള്ളതല്ല, വൈറ്റ് കളറിലോട്ട് ചാടി. ഇനി അത് ഡെലിവറി എടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അവർ നമ്മളെ 10:30 ചെല്ലാൻ പറഞ്ഞാണ്. ഇതിനിടയിൽ മോളെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂപ്പി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ പപ്പിയുണ്ട്, പട്ടി, ഡോഗ്. ഈ സാധനം കളിയിലാണെന്ന് തോന്നുന്നു, ഒരു ചെറിയൊരു കടി കൊടുത്തു. അപ്പോൾ അതിന് വാക്സിൻ എടുക്കണമായിരുന്നു. അങ്ങനെ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി വാക്സിൻ എടുത്തിട്ട് തിരിച്ച് വണ്ടി എടുക്കാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള വ്ളോഗ് വലിയ താല്പര്യമില്ല. കാരണം എനിക്ക് ഈ ട്രാവലിങ്ങും റൈഡിങ്ങും ഒക്കെയാണ് വ്ളോഗ് താല്പര്യം. പിന്നെ ഈ പറഞ്ഞ കിടക്കട്ടെ, കുറച്ച് ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് വീഡിയോ ഫില്ല് ചെയ്യാം വിട്ട്. അങ്ങനെ ഇടുന്നതാണ്. ആരും മറ്റൊന്നും വിചാരിക്കരുത്. നമ്മളെ വണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാനും നമ്മുടെ മുന്നോട്ട് നയിക്കാനും നമ്മുടെ സഖാവ് സന്ദീപ് സന്തോഷത്തിൽ പങ്കുചേരാനും നമ്മുടെ സഖാവ് സന്ദീപ്
കമ്മിറ്റി കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പുള്ളിയാണ് ഇന്ന് വണ്ടി അവിടെ നിന്ന് ഇറക്കുന്നത് ഷോറൂമിൽ നിന്ന്. പുള്ളി ഇങ്ങനെയാണ് പുള്ളി ആവശ്യത്തിന് എവിടെ നിന്നും പൊട്ടിവിടരും. അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിയെ ഞാൻ വിളിക്കുന്നത് പുഷ്പം സന്ദീപ് എന്നാണ്, പൊട്ടിവിടരുന്നുണ്ട്. ഏറ്റവും കൂടുതലും ഓടിച്ചിട്ടുള്ളത് വലിയ ഇതാണ്, SUV വണ്ടികളാണ് ഓടിച്ചിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വണ്ടി, പക്ഷേ വളരെ 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 കംഫർട്ടായിട്ട് ഓടിക്കാം. നമുക്ക് ചെറിയൊരു സ്പേസ് മതി. ഇത് പ്രത്യേകിച്ചും ഇത് ഓടിച്ച 5 ഒരു പൊളിക്കും. അപ്പം ബൈക്ക് നമ്മുടെ സ്കൂട്ടർ വിൽക്കിട്ടാണ് വേണ്ട. അതായത് നമ്മൾ ആദ്യമായിട്ട് എടുത്തു കൊടുക്കുന്ന വണ്ടിക്ക് ഭാര്യയ്ക്ക് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വണ്ടി കൊടുക്കണ്ട എന്നാണ്. അപ്പോൾ അത് ഇപ്പോൾ 1 വർഷം കൊണ്ട് എൻ്റെ ആക്റ്റീവ ഓടിയ കിലോമീറ്റർ കേട്ടാൽ എല്ലാവരും ഞെട്ടും. 300 300 ഓ 50 കൂടിയിട്ടുണ്ട്, 350. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോകുന്നത് ഒന്ന് കറങ്ങിയാണ് പോണേ. ഡെലിവറിക്ക് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കറങ്ങി പോകുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഹൈവേ കിട്ടി. ഹൈവേ ഞാൻ കയറി വന്നു. അടുത്ത് ഇനി വേറൊരു ചെറിയ കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ള ഒരു ടെറൈൻ. പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ വളവുകൾ കർവ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്, കംഫർട്ട് ഉണ്ടോ എന്നും കൂടെ ഒന്ന് നോക്കണം. കാരണം വലിയ വണ്ടിയിലാവുമ്പോൾ കർവ് എടുക്കുമ്പം അകത്തിരിക്കുന്നവർക്ക് ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യും, വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അത് ഇതിനകത്തുണ്ടോ എന്ന് നോക്കണം. കാരണം പരീക്ഷിക്കാൻ ഏറ്റവും പറ്റിയത് 5 ആണ്.